നമസ്കാരം, ഗുഡ് ഈവനിങ്. ന്യൂസ് ട്രാക്ക് 170 സ്വാഗതം. വിജയൻ, ഇന്നലെ നമ്മൾ ഈ 7 മണിക്ക് ഇരുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഒരൊറ്റ വാർത്തയ്ക്ക് ഒന്നിരുണ്ട് വെളുത്തപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായിരുന്നുണ്ടോ? മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞു. നമ്മൾ ഇന്നലെ പുതിയ സർക്കാർ രൂപീകരണത്തിൽ നടക്കുന്ന ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ആയിരുന്നു ചർച്ച ചെയ്ത്. അപ്പോഴും ഒരു സർക്കാർ ഉണ്ടാക്കും അവിടെ എന്നതായിരുന്നു പൊതുവായി നമ്മുടെ പ്രതീക്ഷ. പക്ഷേ അത് മുഴുവൻ തകിടം മറിഞ്ഞ് കാര്യങ്ങൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നു 24 മണിക്കൂർ കൊണ്ട്. അതെ, അത് മാത്രമല്ല, ഇതിൽ NCPക്ക് ആണ് അവസരം കൊടുത്തിരുന്നത്. നമ്മൾ ഇന്നലെ പിരിയുമ്പോൾ ശിവസേന അവർക്ക് 2 ദിവസത്തെ സമയം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഗവർണറോട്. അതിനുശേഷം NCPക്ക് ഇന്ന് വൈകിട്ട് 8 മണി വരെ സമയം കൊടുത്തു. അപ്പോഴും അവരാവശ്യപ്പെട്ടത് 2 ദിവസത്തെ സമയമാണ്. അത് രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് കാരണമാകും എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഗവർണർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വാർത്തയടക്കമുള്ള മറ്റു വാർത്തകളും വിശദാംശങ്ങളും എല്ലാം പരിശോധിക്കാം. ന്യൂസ് ട്രാക്ക് 170 ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം. കേന്ദ്രമന്ത്രിസഭയുടെ ശുപാർശയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് ശിവസേന സുപ്രീം കോടതിയിൽ. NCP കോൺഗ്രസ് ചർച്ച മുംബൈയിൽ തുടരുന്നു. മഞ്ചിക്കണ്ടിയിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന കേസിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. പോലീസുകാർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പരിശോധിക്കണം. 2 മൃതദേഹങ്ങൾ ഉപാധികളോടെ സംസ്കരിക്കാൻ കോടതിയുടെ അനുമതി. പന്തീരാങ്കാവ് UAP കേസിൽ പ്രതികളുടെ മാവോയിസ്റ്റ് ബന്ധം സ്ഥിരീകരിച്ച് CPIM. അലനും താഹയ്ക്കുമെതിരെ നടപടി ഉണ്ടായേക്കും. കിഫ്ബിയിലെ ഓഡിറ്റിംഗിനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. പരിശോധനയ്ക്ക് തടസ്സമെന്തെന്ന് ധനമന്ത്രി വിശദീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. CAGക്ക് ഏത് പരിശോധനയും നടത്താമെന്ന് തോമസ് ഐസക്. സ്പീക്കർ ഏകപക്ഷീയമായി പെരുമാറുകയാണെന്നും പ്രതിപക്ഷ വിമർശനം. ചെന്നൈ IITയിലെ മലയാളി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. ഫാത്തിമ ലത്തീഫിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അധ്യാപകനെതിരെ പരാമർശം. സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ കണ്ടു. കൊച്ചിയിലെ റോഡുകളുടെ ശോച്യാവസ്ഥയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഈ മാസം 15-നകം അറ്റകുറ്റപ്പണികൾ തീർക്കണമെന്ന അന്ത്യശാസനം. നടപടി വൈകിയാൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും. റോഡ് നന്നാക്കാൻ അമേരിക്കയിൽ നിന്ന് ആള് വരണമോ എന്നും കോടതിയുടെ പരിഹാസം. വാളയാർ കേസിൽ പെൺകുട്ടികളുടെ അമ്മ ഹൈക്കോടതിയിൽ. പ്രതികളെ വിട്ടയച്ച് പോക്സോ കോടതി വിധി റദ്ദാക്കണം. കേസിൽ പുനർവിചാരണ വേണമെന്നും ആവശ്യം. CBI അന്വേഷണം ആവശ്യപ്പെടാതെ ഹർജി. സഭാ തർക്കത്തിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുവെന്ന ആരോപണവുമായി സെക്രട്ടേറിയറ്റിനു ചുറ്റും യാക്കോബായ സഭയുടെ പ്രതിഷേധ മതിൽ. തർക്കമുള്ള പള്ളികളിൽ ഹിതപരിശോധന നടത്തണമെന്ന ആവശ്യം. ഓർത്തഡോക്സ് സഭാ നേതൃത്വം ഗവർണറെ കണ്ടു. സർക്കാർ അക്രമികൾക്കൊപ്പമെന്ന് വിമർശനം. മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം. ഗവർണറുടെ ശുപാർശ അംഗീകരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പിട്ടു. മന്ത്രിസഭാ രൂപീകരണത്തിന് ഇന്ന് രാത്രി 8:30 വരെ സമയമുണ്ടെന്ന് NCP അവകാശപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 19 ദിവസത്തിന് ശേഷമാണ് രാഷ്ട്രപതി ഭരണം നിലവിൽ വരുന്നത്. മഹാരാഷ്ട്രയിൽ ഇതുവരെ സംഭവിച്ച രാഷ്ട്രീയ നീക്കങ്ങൾ എന്തെല്ലാമാണ് എന്നും അവിടുത്തെ കക്ഷിനില എങ്ങനെയാണെന്നും എന്തുകൊണ്ട് സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്നില്ല എന്നും എങ്ങനെയാണ് ഗവർണർ ഈ തീരുമാനത്തിലേക്ക് വന്നത് എന്നതും വളരെ വേഗത്തിൽ നമുക്ക് പരിശോധിക്കാം. വിജയൻ, തീർച്ചയായും കക്ഷിനില BJP 105, ശിവസേന 56, NCP 54, കോൺഗ്രസ് 44, മറ്റുള്ളവർ 29. ഇതാണ് മഹാരാഷ്ട്രയിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം. ഇവിടെ BJP ശിവസേന മുന്നണിയായി മത്സരിച്ചു. അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ രൂപീകരണ ഘട്ടമെത്തിയപ്പോഴേക്കും ഈ 2 പാർട്ടികളും
അവരുടെ ശത്രുതാ മനോഭാവം പുറത്തെടുത്തു. അവർ പിരിയുന്നു, NDAയുടെ ഭാഗമല്ലാതാകുന്നു ശിവസേന. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് യഥാർത്ഥ കാരണം ഈ മുന്നണിയിലുണ്ടായ അഭിപ്രായ വ്യത്യാസം. തീർച്ചയായും അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ശിവസേനയ്ക്കൊപ്പം ശിവസേന വലിയ പാർട്ടിയും BJP ചെറിയ പാർട്ടിയും എന്ന നിലയ്ക്കാണ് അവിടെ ആ സഖ്യം രൂപപ്പെടുന്നത്. അതിനുശേഷം പയ്യെ പയ്യെ BJP വളരുന്നു, ശിവസേന ചെറുതാകുന്നു. അങ്ങനെ ചുരുങ്ങി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് BJPക്ക് വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന, അല്ലെങ്കിൽ BJPക്ക് വേണമെങ്കിൽ തനിച്ച് മത്സരിച്ചാൽ ഒരുപക്ഷെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്ന സൂചന ലഭിക്കുന്ന തരത്തിലേക്ക് അവർക്ക് വളരാൻ കഴിഞ്ഞു. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആന്റി ഇൻകംബൻസി ഫാക്ടർ വളരെ ശക്തമായി ഉണ്ടായിരുന്നു. എന്നിട്ടും BJP ശിവസേന സഖ്യത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞു. ഒപ്പം ശിവസേനയ്ക്ക് കൂടുതൽ സീറ്റുകൾ നേടാനും കഴിഞ്ഞു. പ്രത്യേകിച്ച് മറാഠ വികാരം ഒന്നുണർത്താൻ അവർ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചു. ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെ മത്സരിക്കാൻ ഇറങ്ങി. അങ്ങനെ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്ന സ്ഥിതി കൈവന്നു. ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന നിലപാടിൽ ഉറച്ച് അവർ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതാണ് പറ്റിയത്. നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ മഹാരാഷ്ട്രയിൽ ഇതുവരെ സംഭവിച്ചത് എന്ന് നോക്കാം. മഹായുതി സഖ്യത്തിൽ ഭിന്നതയുണ്ടായി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവസേനയും BJPയും തെറ്റിപ്പിരിഞ്ഞു. മഹായുതി സഖ്യം അതോടെ പൊളിഞ്ഞു. സർക്കാർ ഉണ്ടാക്കാൻ BJPക്കായിരുന്നു ആദ്യം ഗവർണറുടെ ക്ഷണം ലഭിച്ചത്. സർക്കാർ രൂപീകരിക്കാൻ BJPക്ക് കഴിയാതെ പോയി. അവർ പിന്മാറി. തുടർന്ന് ശിവസേനയെ ക്ഷണിച്ചു. ശിവസേന ആ നീക്കം ഊർജിതമാക്കി. പക്ഷേ കൂടുതൽ സമയം വേണമെന്ന് ശിവസേന ഗവർണറോട് ആവശ്യപ്പെട്ടു. ഗവർണർ സമയം നൽകാൻ കൂട്ടാക്കിയില്ല. ഇതോടെ ശിവസേന ഏതാണ്ട് പിന്മാറുന്ന നിലയിലേക്ക് എത്തി. പിന്നീട് NCP സർക്കാർ രൂപീകരിക്കാൻ NCPയെ ഇന്നലെ വൈകിട്ട് ഗവർണർ ക്ഷണിച്ചു. ഇന്ന് NCP 2 ദിവസം കൂടി സാവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഗവർണർ അത് അംഗീകരിച്ചില്ല. രാഷ്ട്രപതി ഭരണത്തിന് ഗവർണർ ശുപാർശ ചെയ്തു. ഗവർണറുടെ ശുപാർശ മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിച്ച് രാഷ്ട്രപതിക്ക് അയക്കാൻ തീരുമാനിച്ചു ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശയിൽ രാഷ്ട്രപതി ഒപ്പിട്ടു. അതിനിടയിൽ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് ശിവസേന സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. സുപ്രീം കോടതി ആദ്യത്തെ ഹർജിയിൽ ഡിഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു മാറ്റിവെച്ചു. പുതുതായി ശിവസേന വീണ്ടും ഹർജി നൽകാൻ പോവുകയാണ്. ഒരുപക്ഷെ നാളെ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ശിവസേന വീണ്ടും ആവശ്യപ്പെട്ടെ. തീർച്ചയായും. അത് മാത്രമല്ല, ഇതിലിടയ്ക്ക് കൗതുകകരമായി നടക്കുന്ന മറ്റൊരു കാര്യം, NCP ഇപ്പോഴും ഈ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്ത് ഇന്ന് 8:30 വരെ സമയമുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനു മുൻപ് അവർക്ക് ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി എന്നുള്ള നിലപാടും അവർക്കുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ വേണ്ട മറ്റുള്ള പാർട്ടികളുടെ കത്തുകൾ അവർക്ക് പ്രസന്റ് ചെയ്താൽ മതി എന്ന നിലപാടും അവർ സ്വീകരിച്ചിട്ടുണ്ട്. ലിജോ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിജോ, അങ്ങേയറ്റം രാഷ്ട്രീയ നാടകം ഇങ്ങനെ ഓരോ നിമിഷവും മഹാരാഷ്ട്രയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ നടപടികളിലേക്ക് വന്നത്? എന്താണ് ഇപ്പോൾ ഇതിനോട് രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കുന്നത്? ഹർഷൻ, കൗതുകകരമായ കാര്യം, ഇപ്പോഴും കോൺഗ്രസും NCPയും തമ്മിലുള്ള യോഗം മുംബൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ അഹമ്മദ് പട്ടേൽ, മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ എന്നിവർ ശരത് പവാറും സുപ്രിയ സൂലെ ഉൾപ്പെടെയുള്ള അജിത് പവാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട NCP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അല്പസമയത്തിനകം കോൺഗ്രസ് NCP ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് മുംബൈയിൽ. അത് ആ സമയത്ത് എന്താണ് ഇപ്പോൾ അവർ പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒരു കൗതുകകരമായ, അല്ലെങ്കിൽ ഈ രാഷ്ട്രപതി ഭരണം വന്നതിന് ശേഷവും എന്ത് നിലപാടാണ് ഈ 2 പാർട്ടികളും സ്വീകരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇന്നിപ്പോൾ കോൺഗ്രസ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ തീരുമാനിക്കുകയും രാവിലെ സോണിയാഗാന്ധിയുടെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ച് പ്രധാനപ്പെട്ട നേതാക്കൾ AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി ചേർന്ന് യോഗം നടത്തി ഒരു തീരുമാനത്തിലെത്തി. NCPയെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ, NCP നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ വരികയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കാമെന്നും ആ നിലപാട് ശരത് പവാറിനെ അറിയിക്കുന്നതിനായി മുതിർന്ന നേതാക്കൾ മുംബൈയിലേക്ക് തിരിക്കുകയും ചെയ്തു. ഈ സമയത്താണ് വളരെ കൃത്യമായി, വളരെ വേഗത്തിൽ ഗവർണറുടെ ഇടപെടൽ ഉണ്ടാവുന്നതും അത് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകുകയും ചെയ്യുന്നത്. വളരെ വേഗത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാവുന്നു. വളരെ വേഗത്തിൽ ഇക്കാര്യം പരിഗണിക്കുകയും രാഷ്ട്രപതിക്ക് ഇത് ഒപ്പുവെക്കുന്നതിനായി നൽകുകയും ചെയ്യുന്നു. രാഷ്ട്രപതി അത് ഒപ്പുവെക്കുന്നു. അതോടുകൂടി മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം വരുന്നു. നിയമസഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റദ്ദാക്കി നിർത്തുന്നു. ഇത്രയുമാണ് ഇപ്പോൾ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ ശിവസേന നൽകുന്ന ഹർജിയിൽ എന്ത് തീരുമാനമുണ്ടാകുന്നു. ഒപ്പം തന്നെ ഇന്ന് 8:30 വരെയുള്ള സമയം NCPക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പായി ഗവർണർ ഈ നടപടി സ്വീകരിച്ചതിനെ എങ്ങനെ ചോദ്യം ചെയ്യും രാഷ്ട്രീയ പാർട്ടികൾ? അതിൽ ആ തരത്തിലേക്ക് കോൺഗ്രസും NCPയും കടക്കുമോ അതോ രാഷ്ട്രപതി ഭരണത്തെ അംഗീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം അറിയാൻ കഴിയുമെന്നാണ്
നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം NCP കോൺഗ്രസിന്റെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് മുംബൈയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വിജയൻ, ഈ ആദ്യഘട്ടത്തിൽ BJP സ്വീകരിച്ച ഒരു നിലപാട് ഇപ്പോൾ നമ്മൾ ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ്. അതായത് ഒരു തരത്തിലും സർക്കാർ രൂപീകരണത്തിനുള്ള ഒരു ശ്രമത്തിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി സജീവമായ ഒരു ചർച്ചയിലേക്ക് സർക്കാർ രൂപീകരണത്തിന് BJPയെ ക്ഷണിച്ചതിന് ശേഷം അവർ പോയില്ല എന്നുള്ളതാണ്. ശിവസേന ഇടഞ്ഞു നിൽക്കുന്നു, ശിവസേനയുമായി ചർച്ച, അതിനപ്പുറത്തുള്ള ഒരു ചർച്ചയിലേക്ക് അവർ കടന്നുപോയില്ല. അതായത് ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആവാം ഒരുപക്ഷെ സംഭവിക്കുക എന്ന ഒരു കണക്കുകൂട്ടൽ കൂടി ഒരുപക്ഷെ BJPക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കർണാടകയിലാണെങ്കിലും ഗോവയിലാണെങ്കിലും ഒക്കെ BJP, ഹരിയാനയിലാണെങ്കിൽ പോലും BJP വേറൊരു സ്ട്രാറ്റജിയാണ് ഭരണം പിടിക്കാൻ ഉപയോഗിച്ചത്. പക്ഷേ എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ അതിന് BJP ശ്രമിച്ചില്ല എന്നത് കാത്തിരിക്കുക എന്നൊരു തീരുമാനം BJP എടുത്തിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ഒരുപക്ഷെ അതും ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. വരാനിരിക്കുന്നത് ഒരു സ്റ്റേബിൾ അല്ലാത്ത ഗവൺമെൻറ് രൂപീകരിച്ച് ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിൽ നല്ലത് കുറെ കൂടി ക്ലീൻ സ്ലൈറ്റിൽ ഇലക്ഷനെ നേരിടാൻ BJP അവിടെ തയ്യാറെടുക്കുന്നു എന്നുകൂടി അതിൻ്റെ സൂചനയായിട്ട് നമുക്ക് തീർച്ചയായും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ BJPക്ക് ഇപ്പോൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. BJP തങ്ങളെ ചതിച്ചതാണ് എന്ന് ശിവസേന പറയുന്നു. പക്ഷേ ഒരു രക്തസാക്ഷി പരിവേഷത്തിലാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ BJP ഫട്നാവിസ് ഇപ്പോൾ നിൽക്കുന്നതും. അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് ഇനി പോകുന്നതെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി കൗതുകകരമായിരിക്കും. അതല്ല ഒരുപക്ഷെ വൈകാതെ രാഷ്ട്രപതി ഭരണത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിലേക്ക് ആളുകൾ പിന്തുണ ആർജിക്കാൻ ഒരുപക്ഷെ BJPക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ സാഹചര്യം മാറി മറിഞ്ഞേക്കാം. ഒപ്പം സുപ്രീം കോടതിയുടെ തീരുമാനവും എന്താണെന്ന് കാത്തിരുന്ന് നമ്മൾ കാണണം. മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണത്തിൽ ഗവർണറുടെ ഇടപെടൽ ചോദ്യം ചെയ്ത് ശിവസേന സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചില്ല. ഹർജിയിൽ ചില പിഴവുകൾ സുപ്രീം കോടതി രജിസ്ട്രി ചൂണ്ടിക്കാട്ടിയതായി ശിവസേനയുടെ അഭിഭാഷകൻ പറഞ്ഞു. ഇന്നു തന്നെ പിഴവുകൾ പരിഹരിച്ച് വീണ്ടും സമർപ്പിക്കുമെന്നാണ് ശിവസേന അറിയിച്ചത്. ഹർജി ഉടൻ പരിഗണിക്കുമെന്ന് പറയാനാകില്ല. ഇക്കാര്യം ചീഫ് ജസ്റ്റിസാണ് തീരുമാനിക്കേണ്ടതെന്നും ശിവസേനയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ പറഞ്ഞു. We have filed the petition. We are requesting for the court to hear the matter at the earliest. It's up to the court and the registry to list the matter so that the hearing can happen. The registry has informed us that the intimation has gone to the concerned officers and they are going to take a decision on this. So whether it's going to be listed today, tomorrow, we are not aware of that at this present moment. But however, yes, the moment we come to know about this information, we'll pursue the matter further. പക്ഷേ നമുക്ക് സുപ്രീം കോടതിയിൽ എന്താണ് ഇന്ന് സംഭവിച്ചത് നോക്കാം. MP പ്രദീപ് കുമാർ ചേരുന്നുണ്ട് സുപ്രീം കോടതിയിലെ വിവരങ്ങളുമായി. പ്രദീപ്, കോടതിയിൽ ഇന്ന് അടിയന്തരമായി ഹർജി നൽകി, അടിയന്തരമായി ഇത് പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ ഡിഫക്റ്റ് ആയിരുന്നു ആ ഹർജിയിലെന്ന് ഇപ്പോൾ അഡ്വക്കേറ്റ് തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്താണ് ശിവസേനയുടെ തുടർ നീക്കങ്ങൾ? ജികുമാർ, ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം അത് ഇന്ന് എന്തായാലും അടിയന്തരമായി ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നില്ല. സുപ്രീം കോടതി രജിസ്ട്രി തന്നെ ഈ വിവരം ശിവസേനയുടെ അഭിഭാഷകരെ അറിയിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ 10:30 ഈ വിഷയം ചീഫ് ജസ്റ്റിസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ സുപ്രീം കോടതി രജിസ്ട്രി ശിവസേനയുടെ അഭിഭാഷകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഈ ഹർജി അടിയന്തരമായി വാദം കേൾക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പോഴാണ് ഈ ഡിഫക്റ്റിൻ്റെ കാര്യം, അതായത് ചില പിഴവുകൾ ഈ ഹർജിയിലുണ്ട് എന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി രജിസ്ട്രി ശിവസേനയുടെ അഭിഭാഷകരെ അറിയിക്കുന്നത്. പിഴവുകൾ പരിഹരിച്ച് ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നും അടിയന്തരമായി വാദം കേൾക്കാൻ ആവശ്യപ്പെടുമെന്നും അഭിഭാഷകൻ പറഞ്ഞെങ്കിലും എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വളരെ കൃത്യമായ വിവരം അനുസരിച്ച് ഇന്ന് രാത്രി എന്തായാലും ഒരു അടിയന്തര സിറ്റിങ്ങിന് വേണ്ടി ചീഫ് ജസ്റ്റിസ് അനുമതി നൽകില്ല. അത് നാളെ രാവിലെ, അതായത് ഈ ശിവസേനയുടെ അഭിഭാഷകർ നാളെ രാവിലെ 10:30 ഈ വിഷയം ചീഫ് ജസ്റ്റിസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ശിവസേന നൽകിയിരുന്ന ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം ഗവർണറുടെ ഇന്നലത്തെ നടപടിയാണ് അവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത് 72 മണിക്കൂർ കൂടി സർക്കാർ രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അതിന് അനുമതി നൽകിയില്ല എന്നുള്ളതാണ് ശിവസേനയുടെ ആരോപണം. എന്നാൽ ഇപ്പോൾ ഈ ഒരു രാഷ്ട്രപതി ഭരണം ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി ആ ഒരു ഹർജി അല്ലെങ്കിൽ ആ ഒരു ആവശ്യം കാലഹരണപ്പെട്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഈ രാഷ്ട്രപതി ഭരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ആയിരിക്കും ഇനി ശിവസേന സമർപ്പിച്ച ശേഷം ഈ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. വിജയകുമാർ. ശരി പ്രദീപ്, എനിക്ക് തോന്നുന്നു ഹർഷൻ, ഇതൊരു നിയമപ്രശ്നമായി, ഒരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നമൊക്കെയായി വരും ദിവസങ്ങളിൽ എന്തായാലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞു.
അതിനു മുമ്പുള്ള ഒരു സാഹചര്യത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ശിവസേന കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ രാഷ്ട്രപതി ഭരണത്തിൽ നിന്നുകൊണ്ട് ഇനി ഇതിൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ്. അതുകൊണ്ട് സമയമെടുക്കും. ഈ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സമയമെടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. അടുത്തത് ഒരുപക്ഷെ അത്ര സുഖകരമുള്ള ഒരു വാർത്തയല്ല, ഹൃദയഭേദകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു വാർത്ത തന്നെയാണ്. നമുക്ക് അതിലേക്ക് പോകാം. ചെന്നൈ IIT-യിലെ മലയാളി വിദ്യാർത്ഥിനി ഫാത്തിമ ലത്തീഫിന്റെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ. തന്റെ മരണത്തിന് കാരണക്കാരൻ IIT-യിലെ അധ്യാപകനായ സുദർശൻ പത്മനാഭനായിരിക്കുമെന്ന് ഫാത്തിമ തന്റെ മൊബൈലിൽ ആത്മഹത്യാക്കുറിപ്പായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ മകൾ ഫാത്തിമയ്ക്കുണ്ടായ ദുരന്തം ഇനി കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടായത്. ഇത്രയും ഹൈ പ്രൊഫൈലായ ഒരു കുട്ടി IAS-ന് ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളും പ്രശംസിച്ച ഒരു കുട്ടി വളരെ ചെറിയ ദിവസം കൊണ്ട് ജീവിതം അവിടെ ഇല്ലാതാക്കേണ്ടി വന്ന എൻ്റെ മകളെപ്പോലൊരു മകൾ ഇനി കേരളത്തിലുണ്ടാവരുത്. അതുകൊണ്ട് എല്ലാ വാർത്തകളും സാധാരണഗതിയിൽ ആദ്യത്തെ 1-2 ദിവസം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോലെ അവസാനിപ്പിച്ച് കളയാതെ ഇത് ദേശീയ വിഷയമായി തന്നെ എടുത്ത് സംസ്ഥാനത്തുടനീളമുള്ള എല്ലാവരുടെയും പിന്തുണ ആർജിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട മകളുടെ വിയോഗം ഇനി മറ്റൊരാൾക്കും ഉണ്ടാകാതെ ഇത്തരം ആശാസ്യമല്ലാത്ത കാര്യങ്ങൾ IIT പോലുള്ള ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരം ഒരു സംഭവം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദയവായി പത്രമാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ കണ്ണും കാതുമാണ്. ദയവായി നിങ്ങൾ സഹായിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. വിഷയവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെത്തിയപ്പോൾ പോലീസിന് വ്യക്തമായ അന്വേഷണം നടത്താൻ താല്പര്യമില്ല എന്നാണ് മനസ്സിലാവുന്നതെന്ന് കൊല്ലം മേയർ വി രാജേന്ദ്രബാബു പറഞ്ഞു. ചെന്നൈ IIT-യിൽ ചെന്ന് പഠനം ആരംഭിച്ചപ്പോൾ അവിടെ ഉണ്ടായ ചില ദാരുണമായ മാനസിക പീഡനങ്ങളാണ് ആ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായപ്പോൾ ഞങ്ങളവിടെ ചെല്ലുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ വളരെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മൊബൈൽ പരിശോധിച്ചപ്പോൾ അതിൽ കൃത്യമായും എഴുതിയിട്ടുണ്ട് സുദർശൻ പത്മനാഭൻ എന്ന അധ്യാപകനാണ് മരണകാരണം എന്ന് കൃത്യമായി ആ കുട്ടി എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ മറ്റ് കീനോട്ട് പേജുകളിൽ കൂടുതൽ അന്വേഷിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും എന്നും സാംസങ് പേജ് നോട്ട്സിൽ കൃത്യമായി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും പോലീസിനകത്ത് ഒരു അന്വേഷണവും നടത്താതെ തമിഴ്നാട് പോലീസിനകത്ത് കാണിക്കുന്ന ഒരു വളരെ എന്താ പറയുക, വളരെ മോശമായ ഒരു രീതി ഈ അന്വേഷണത്തെ കാണിക്കുകയാണ്. കൃത്യമായി ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം എന്താണ് എന്നത് എഴുതി വെച്ചിട്ടാണ് ആ കുട്ടി മരിച്ചത്. മാത്രമല്ല IIT അഖിലേന്ത്യാ എൻട്രൻസിൽ 1ാം റാങ്ക് നേടിയ പെൺകുട്ടിയാണ് എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. എന്നിട്ടും അത് ഇത്രയും ശ്രദ്ധിക്കാതെ പോകുന്നു ആ വാർത്ത എന്നത് തന്നെ സങ്കടകരമാണ്. തീർച്ചയായും സലീം മാലിക്ക് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സലീം, എന്താണ് സംഭവിച്ചത് എന്നാണ് നേരത്തെ ഈ കുട്ടി വീട്ടുകാരെ എന്തെങ്കിലും അറിയിച്ചിരുന്നോ? എന്താണ് വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? ഹർഷൻ, ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഫാത്തിമ ലത്തീഫ് എന്ന കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ഹോസ്റ്റലിലെ മുറിയിൽ ഫാനിൽ തൂങ്ങിയ നിലയിൽ ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ അങ്ങനെ ഒരു ആത്മഹത്യയുടെ സൂചനയൊന്നും നൽകിയില്ലെങ്കിൽ പോലും ഏകദേശം 1 മാസമായി സാധാരണഗതിയിലുള്ള സജീവമായി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന കുട്ടി കുറച്ച് പിൻവലിഞ്ഞു നിന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉള്ളതുപോലെയുള്ള കാര്യങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ പോലും ഒഴിഞ്ഞു മാറിയുള്ള സംസാരം അടക്കമുള്ളവ ആയിരുന്നു കുട്ടി നടത്തിയിരുന്നതെന്ന് വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്. സുദർശൻ പത്മനാഭൻ എന്ന അധ്യാപകൻ, ഈ അധ്യാപകൻ മാനസികമായി ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും അത് ജാതി അധിക്ഷേപം പോലും നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ 24-നോട് കുറച്ചു മുൻപ് വീട്ടുകാർ പറഞ്ഞത്. ആ നിലയിൽ ജാതി അധിക്ഷേപം പോലും നടത്തുകയും ഉയർന്ന റാങ്ക് വാങ്ങുകയും ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് ഈ കുട്ടി വാങ്ങുകയും ചെയ്യുന്നത് ഈ അധ്യാപകന് വലിയ രീതിയിലുള്ള അമർഷമുണ്ടാക്കിയിരുന്നു എന്ന് പിന്നെ വീട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ തന്നെ നമ്മളോടൊപ്പം ഫാത്തിമ ലത്തീഫിന്റെ പിതാവ് അബ്ദുൽ ലത്തീഫ് ചേരുന്നുണ്ട്. നമുക്ക് ചോദിക്കാം, എന്താണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നിങ്ങൾ ഇപ്പോൾ കരുതുന്നത്? കഴിഞ്ഞ 1 മാസമായി എൻ്റെ മകള് വളരെ ഗ്ലൂമിയായിരുന്നു. എന്താണ് വിഷയമെന്ന് ചോദിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ചോദിക്കുമ്പോൾ പലപ്പോഴും അവൾ ഒഴിഞ്ഞു മാറാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങ് ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷമാണ് ഇൻ്റേണൽ എക്സാമിനേഷൻ്റെ മാർക്കുമായി ബന്ധപ്പെട്ട് എന്നെ വിളിക്കുന്നത്. അത് എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടില്ല, എന്നോടാണ് പറഞ്ഞത്. വാപ്പച്ച എനിക്ക് ഇൻ്റേണൽ മാർക്ക് ഇൻറ്റേൺഷിപ്പിന്
13 മാർക്കാണ് കിട്ടിയത്. ഞാനാണ് ഫസ്റ്റ്, സെക്കൻഡ് 11, തേർഡ് 9. പക്ഷേ എനിക്ക് 18 മാർക്ക് കിട്ടണം. അവിടെ 16 മാർക്കാണ് ഇതുവരെയുള്ള ടോപ്പ്. HSCയുടെ IITയുടെ റെക്കോർഡ് 16 മാർക്കാണ്. പക്ഷേ എനിക്ക് 18 മാർക്ക് കിട്ടണം, 5 മാർക്ക് കൂടി എനിക്ക് കിട്ടണം. ഞാൻ പറഞ്ഞ മോളെ നമുക്ക് 13 മതി, എന്തിനാ IIT പോലെ സ്ഥാപനത്തിൽ എൻ്റെ മോള് വേറെ എന്തിനെങ്കിലും പോകുന്നത്? അല്ല, എനിക്ക് അർഹതയുള്ളതാണ് 5 മാർക്ക്, ഞാൻ അപ്പീൽ ചെയ്യും എന്ന് പറഞ്ഞു. പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അപ്പീൽ ചെയ്തിട്ടുണ്ട്, സൈറ്റിൽ കയറി അപ്പീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ HOD എന്നെ തിരിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു, 5 മാർക്ക് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടും, 5 മാർക്ക് കുട്ടിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഈ സുദർശനം പത്മനാഭൻ എന്ന് പറയുന്ന അധ്യാപകനെ കാണുകയും 5 മാർക്ക് അവളുടെ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ചു. അപ്പം ഞാൻ ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോളെ തിരിച്ചു വിളിക്കുമ്പോൾ മോൾ എന്നോട് പറഞ്ഞു, വാപ്പച്ചി 18 മാർക്ക് എനിക്ക് കിട്ടി, അത് റെക്കോർഡാണ്, എനിക്ക് 18 മാർക്ക് കിട്ടിയെന്നാണ്. ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു, എൻ്റെ മോള് അപ്പീലിന് പോകണ്ടായിരുന്നു. അതിന് പറയാനൊരു കാരണമുള്ളത്, ക്രിസ്തുരാജ് പഠിക്കുമ്പോൾ എൻ്റെ മോൾക്ക് +2-ന് സോഷ്യൽ സയൻസിന് 97 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പോൾ റോയ് സാർ പ്രിൻസിപ്പൽ പറഞ്ഞത് ഏറ്റവും ഹയസ്റ്റ് കുട്ടിക്ക് കിട്ടുന്ന മാർക്കാണ് 97, അതിൽ കൂടുതൽ കിട്ടില്ല, മാക്സിമം ആണ്, അതിൽ കൂടുതൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോള് റീവാലുവേഷൻ സമയമായപ്പോൾ ഞാൻ ചോദിച്ചു, മോൾക്ക് 97 നമുക്കത് മതി. അല്ല, എനിക്ക് 100 കിട്ടും, റീവാലുവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. റോയ് സാഹ് പറഞ്ഞ് അതിന് റീവാലുവേഷൻ ഒന്നും പോകേണ്ട കാര്യമില്ല, 97 ഏറ്റവും ഹയസ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അവൾ ഉറപ്പിച്ച് പറഞ്ഞ് 100 കിട്ടും. അങ്ങനെ റീവാലുവേഷൻ എടുത്ത് 100 മാർക്ക് കിട്ടി. മോളെ, അത് ക്രിസ്തുരാജാണ്, നമ്മുടെ നാട്ടിലെ സ്കൂളാണ്, നമുക്ക് ചോദിക്കാനും പറയാനും കാണാനും ഒക്കെയുള്ള സ്കൂളാണ്, കുഴപ്പമില്ല. പക്ഷേ IIT പോലൊരു വലിയ ഉയർന്ന ഒരു പ്രസ്ഥാനത്ത് ചെന്നിട്ട് നമ്മൾ മോൾ അപ്പീലും ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും 5 വർഷം പഠിക്കേണ്ട മോളാണ് അവിടെ. മോൾ വാപ്പിച്ച അവിടെ ഇല്ല, വക്കീലങ്ങളില്ല, ഉമ്മ ഇവിടെയാണ്, ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോൾ അപ്പീലിനൊന്നും പോകണ്ട, കിട്ടിയത് മതി. അല്ല, എനിക്ക് അർഹതയുള്ളത് എനിക്ക് വേണം, ഞാൻ മേടിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ വെച്ചു. അതിനുശേഷമുള്ള ഓരോ ദിവസങ്ങളുമുള്ള വിളി, മണിക്കൂറോളം സംസാരിക്കുന്ന എൻ്റെ മകൾ പലപ്പോഴും 5 മിനിറ്റും 3 മിനിറ്റും 2 മിനിറ്റും മാത്രമാണ് സംസാരിക്കുന്നത്. പിന്നീട് എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യും. എനിക്കറിയില്ലായിരുന്നു ഇവൾ മരിക്കുമെന്ന്. കഴിഞ്ഞ 28 ദിവസമായി അവിടെ നടന്ന ഓരോ വിഷയങ്ങളും കോമയിട്ട് കുത്തിട്ട് കൃത്യമായി അവൾ എഴുതി വെച്ചിട്ടുണ്ട്. സുദർശനൻ പത്മനാഭൻ എന്ന് പറയുന്ന അധ്യാപകൻ മാത്രമല്ല, കൂടെ 2 അധ്യാപകരുണ്ട്, അതുപോലെ 7 വിദ്യാർത്ഥികളുമുണ്ട്. ഇവൾ മരിക്കാൻ കാരണക്കാരായി അത് ഏതൊക്കെ തരത്തിലുള്ള ടോർച്ചറിങ്ങാണ്, മെൻ്റലാണോ മറ്റു തരത്തിലാണോ, ഏതൊക്കെ തരത്തിലുള്ള ഹറാസ്മെൻ്റാണ് നടത്തിയിട്ടുള്ളതെന്നുള്ള വിവരം ഞങ്ങൾക്കറിയില്ല. അത് രാജ്യത്തെ ഉയർന്ന നീതിപീഠം അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. കുറച്ചു മുമ്പ് ജാതി അധിക്ഷേപം പോലും ഈ വിഷയത്തിൽ ആത്മഹത്യ കാരണമായെന്ന് പറഞ്ഞിരുന്നു. പലപ്പോഴും അവിടെ മാർക്ക് പറയുമ്പോൾ ഫാത്തിമ ലത്തീഫ് 1 പേരിത്, അതുപോലെ അവൾ അവിടെ ക്ലാസ്സിന് ചെന്ന് ആദ്യത്തെ മാസം ഇവിടുന്ന് HSCയുടെ ഫസ്റ്റ് റാങ്ക് മേടിച്ച് അവിടെ ചെന്ന് 1-ാം മാസം അവിടെ ക്വിസ് കോമ്പറ്റീഷൻ നടത്തി. 10,000 കുട്ടികളോളം പങ്കെടുത്ത കോമ്പറ്റീഷനാണ് ചെന്നൈ IIT നടത്തിയ കോമ്പറ്റീഷൻ. അതിൽ 3-ാം റാങ്ക് കിട്ടി. മലയാളത്തിൽ ചെല്ലുന്ന ഒരു കുട്ടി ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുക്കുമ്പോൾ 3-ാം റാങ്ക് കിട്ടുന്നത് അവിടെ അങ്ങനെ സംഭവമില്ല. അവിടെ പഠിക്കുന്ന സീനിയേഴ്സ് PhD ചെയ്യുന്നവരൊക്കെയാണ് അവിടെ റാങ്കുകാരായി എത്തുന്നത്. അത് തന്നെ അവിടെ വലിയൊരു വിഷയമായിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്. 2, അവിടെ ചർച്ചകൾ, സിമ്പോസിയം സംഘടിപ്പിക്കാറുണ്ട്. മറ്റ് രാജ്യത്തു നിന്ന് വരുന്ന അധ്യാപകർ എല്ലാ മാസത്തോടെ പലപ്പോഴും എൻ്റെ മോള് 5 മാസമായുള്ളെങ്കിലും മിക്ക സിമ്പോസിയങ്ങളിലും അവളാണ്. ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് പരിശോധിക്കാം, അവിടെ രേഖകളുണ്ട്, ആ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഫാത്തിമ ലത്തീഫ് 1-ാമതാണ്. എങ്ങനെ 1-ാമതാകുന്നു എന്നുള്ള കൂടെ പഠിക്കുന്നവർക്കും അറിയില്ല, അധ്യാപകർക്ക് പോലും അറിയില്ല. ഫ്രഞ്ചാണ് അവൾ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിരിക്കുന്നത്, ജർമ്മനാണ് എടുത്തിരിക്കുന്നത്. ജർമ്മൻ ഭാഷയിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അഡീഷണൽ ലാംഗ്വേജ് പഠിക്കുന്നത്. പലപ്പോഴും പ്രൊഫസേഴ്സിന്റെ കൂടെ അവർക്ക് എത്താൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞിട്ട് അവസാനം പോകുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫാത്തിമയോട് ചോദിക്കാൻ പറയും. അത്രയും എന്തായാലും നമുക്ക് വിശദമായി അതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. എന്തായാലും വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. മാത്രമല്ല, ഇത് എന്താണ് എന്നത് തീർച്ചയായും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട്, കൊല്ലം മേയർ തന്നെ അവിടെ പോയി ഈ വിഷയങ്ങളെല്ലാം അന്വേഷിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. എന്തായാലും അത് ഗുരുതരമായ ഒരു സംഗതി തന്നെ. തന്നെയുമല്ല, തമിഴ്നാട് പോലീസ് ഇതിൽ ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തി
കുറ്റക്കാരെ കണ്ടെത്തുമെന്ന കാര്യത്തിൽ ആ കുടുംബത്തിന് വലിയ സംശയവുമുണ്ട്. മറ്റൊരു സംസ്ഥാനത്തായതുകൊണ്ട് ആ അധ്യാപകനെ സംരക്ഷിക്കാൻ ഉള്ള ശ്രമം നടന്നുകൂടായികയുമില്ല. തീർച്ചയായും അറിയേണ്ടത് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഏത് തരത്തിൽ ഇടപെടുന്നു എന്നത് കൂടിയാണ്. തീർച്ചയായും അതുകൂടിയാണ് ഇനി അങ്ങ് അറിയേണ്ടത്. നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതേക്കുറിച്ച് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം. എന്താണ് ഇതിൻ്റെ അന്വേഷണ പുരോഗതിയിൽ സംഭവിക്കുന്നത് എന്നും. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. മഞ്ചിക്കണ്ടി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം സംസ്കരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. കാർത്തിയുടെയും മണിവാസകത്തിന്റെയും മൃതദേഹം സംസ്കരിക്കാനാണ് അനുമതി നൽകിയത്. ഏറ്റുമുട്ടലിൽ പോലീസിന്റെ പങ്ക് അന്വേഷിക്കാൻ ഉത്തരവിട്ട കോടതി തണ്ടർബോൾട്ട് ഉപയോഗിച്ച ആയുധങ്ങൾ ഉടൻ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിജയൻ, മഞ്ചിക്കണ്ടി ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അതായത് പൊതുജനം ഉയർത്തിയ കുറേ സംശയങ്ങളാണ് ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്നതാണ് കൗതുകകരം. നമുക്കതിൻ്റെ ഗ്രാഫിക് കാർഡ് കൂടി നോക്കാം. മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിന് വിശദമായ അന്വേഷണത്തിനാണ് ക്രൈംബ്രാഞ്ചിന് ഇന്നിപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു മജിസ്റ്റീരിയൽ തല അന്വേഷണം നടക്കുന്നുണ്ട്. അതിനും അപ്പുറത്താണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വിശദമായ അന്വേഷണം. സാഹചര്യവും മരണകാരണവും അന്വേഷിക്കണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഉപയോഗിച്ച തോക്കുകൾ പിടിച്ചെടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് പോലീസിൻ്റെ കൈവശമുള്ള തോക്കുകൾ മാത്രമല്ല, പിടിച്ചെടുത്ത തോക്കുകളും പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. തോക്കുകൾ ശാസ്ത്രീയമായി പരിശോധിക്കണം. മാവോയിസ്റ്റുകളുടെ ശരീരത്തിലെ വിരലടയാളങ്ങൾ ശേഖരിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. ഒപ്പം പോലീസുകാർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പരിശോധിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത പോലീസുകാർക്ക് അങ്ങനെ സമഗ്രമായ ഈ നാട്ടുകാർ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ പൊതുസമൂഹം ഉന്നയിച്ച സംശയങ്ങളെല്ലാം തന്നെയാണ് കോടതിയും ആവർത്തിച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ഈ കാര്യത്തിൽ. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. അനുബന്ധ വാർത്തയാണ് വേണമെങ്കിൽ തീർച്ചയായും. അലന്റെയും താഹയുടെയും മാവോയിസ്റ്റ് ബന്ധം CPM ലോക്കൽ കമ്മിറ്റി ജനറൽ ബോഡി യോഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. UAPA ചുമത്തിയ നടപടി തെറ്റാണെന്ന് CPM റിപ്പോർട്ടിംഗിൽ ആവർത്തിച്ചു. കൂടാതെ UAPA കേസിൽ റിമാൻഡിൽ കഴിയുന്ന CPM പ്രവർത്തകരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. അലൻ ഷുഹൈബിനും താഹയ്ക്കും മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് പ്രാഥമികമായി ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലായിരുന്നു ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകിയത്. ഇന്നലെ വിളിച്ചു ചേർത്ത പാർട്ടി ജനറൽ ബോഡി യോഗങ്ങളിലും ഇരുവർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. അലൻ ഷുഹൈബ് അംഗമായ മീൻചന്ത ബൈപ്പാസ് ബ്രാഞ്ച് കമ്മിറ്റി ഉൾപ്പെടുന്ന പന്നിങ്കര ലോക്കൽ കമ്മിറ്റി ജനറൽ ബോഡിയിലും കൂടാതെ മറ്റ് ലോക്കൽ ജനറൽ ബോഡിയിലുമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം UAPA ചുമത്തിയ പോലീസ് നടപടി യോഗത്തിൽ വിമർശിക്കപ്പെട്ടു. റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റിയിലും ചർച്ച ചെയ്യാനാണ് പാർട്ടി നിർദ്ദേശം. പാർട്ടി നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് അംഗങ്ങൾ തീവ്ര നിലപാടിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് അതാത് ഘടകങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതിനിടെ പ്രതികളെ 5 ദിവസത്തേക്ക് ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കസ്റ്റഡി അപേക്ഷ നൽകി. അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. കേസിൽ മൂന്നാമതൊരാൾ ഉണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. അലന്റെയും താഹയുടെയും മൊബൈൽ ഫോണുകളും താഹയുടെ ലാപ്ടോപ്പും പരിശോധിച്ച ഫോറൻസിക് റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇവർ മാവോയിസ്റ്റ് നേതാക്കളുമായി ബന്ധം പുലർത്തിയിരുന്നു എന്ന് വരും ദിവസം ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാകും വ്യക്തമാവുക. കോഴിക്കോട് നിന്ന് നിതിൻ അംബുജൻ, 24. കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കൊച്ചി നഗരസഭ, GCDA എന്നിവർക്ക് നേരെയാണ് കോടതിയുടെ വിമർശനം. കുഴികൾ അടയ്ക്കാൻ അമേരിക്കയിൽ നിന്ന് ആള് വരണോ എന്ന് കോടതി ചോദിച്ചു. ഈ മാസം 15-ന് മുൻപ് പണികൾ തീർക്കണം, അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. വിജയൻ, ഈ എല്ലാ വർഷവും ഇത് ആവർത്തിക്കുന്നതാണ് ഈ കൊച്ചിയിലെ വഴികളുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇക്കുറി അത് കൂടുതൽ ഗുരുതരമാണ്. കാരണം ഈ പ്രളയസമാനമായ ഒരു സാഹചര്യം കഴിഞ്ഞുപോയി. അതുമാത്രമല്ല, എല്ലായിടത്തും ഈ പാലം പണികൾ, പാലാരിവട്ടം പാലം അങ്ങനെ കിടക്കുന്നു. ഇതെല്ലാം കൊണ്ട് ഈ കൊച്ചിയിലെ ട്രാഫിക് അങ്ങേയറ്റം നരകദുരിതം. കൊച്ചി മെട്രോയുടെ വർക്കുകൾ നടക്കുന്നു. തീർച്ചയായും ഇത് തന്നെയുമല്ല, ഇത്തവണ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്തു. തീർച്ചയായും. നമുക്ക് ശ്രീകാന്ത് ഉണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, കോടതി കടുത്ത ഭാഷയിലാണല്ലോ ഇന്ന് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്? ഇടപെടുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും ഇന്ന് നഗരസഭയ്ക്കും GCDAയ്ക്കും എതിരെ ആഞ്ഞടിച്ചത്. അദ്ദേഹം പറഞ്ഞത് റോഡുകളുടെ ശോചനീയാവസ്ഥ മാറ്റാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടി വേണം. അത് ഈ മാസം 15-ാം തീയതിക്കകം ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അത് സാധ്യമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ കോടതി അന്തിമ മുന്നറിയിപ്പാണ് ഈ നൽകിയിരിക്കുന്നത്. തുടർച്ചയായി കോടതി ആവശ്യപ്പെടുന്നുണ്ട് നഗരസഭയോടും GCDAയോടും. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും നടപടികൾ മുന്നോട്ട് പോയിരുന്നില്ല.
ഇനി ഈ 15-ാം തീയതിക്ക് ശേഷവും റോഡുകൾ നന്നാക്കിയില്ല എങ്കിൽ ഉദ്യോഗസ്ഥരെ കോടതിയിലേക്ക് വിളിച്ചു വരുത്താൻ മടിക്കില്ല എന്ന് കോടതി താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നും ആളെ കൊണ്ടുവന്ന് റോഡിന്റെ കുഴി അടയ്ക്കണോ എന്ന് പരിഹാസ രൂപേണയുള്ള ചോദ്യവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്ന് ചോദിക്കുകയുണ്ടായി. നഗരസഭ പക്ഷേ നമ്മൾ മേയറോട് സംസാരിച്ചപ്പോൾ അറിയിച്ച ഒരു കാര്യം നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ്. തൽക്കാലം കോടതിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരുപക്ഷെ 15-ാം തീയതി ഇങ്ങനെ ഒരു റിപ്പോർട്ടായിരിക്കും കൊടുക്കുന്നത്. നടപടികൾ ആരംഭിച്ചു, പണികൾ പൂർത്തിയാക്കാൻ തങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം എന്നുള്ള ഒരു ആവശ്യം തന്നെയായിരിക്കും നഗരസഭ ഉന്നയിക്കാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും നഗരത്തിലെ റോഡുകൾ തവിടുപൊടിയായി തന്നെ തുടരുകയാണ്. വിജയൻ. ശരി ഹർഷൻ, ഇത് എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നത്തിന് കോർപ്പറേഷൻ മാത്രം വിചാരിച്ചാൽ പരിഹാരം കാണാൻ കഴിയില്ല. GCDA ഉണ്ട്, പൊതുമരാമത്ത് വകുപ്പുണ്ട്, 3-4 ഏജൻസികളുടെ സംയുക്ത പ്രവർത്തനം ഇക്കാര്യത്തിൽ വേണ്ടി വരും. ഇതിപ്പോ GCDA കൂടി ഈ കുറ്റപ്പെടുത്തലിന് വിധേയരായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷെ സർക്കാരിനെതിരെ ആ വിമർശനം സർക്കാരിനോടും ഇത് പറയേണ്ടതാണ്. കാരണം പൊതുമരാമത്ത് വകുപ്പിന്റെയും റോഡുകളുണ്ട്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് കൊച്ചിയിലെ. ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ആരെങ്കിലും മാത്രം വിചാരിച്ചാൽ ഈ റോഡ് നന്നാകുകയുമില്ല. നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം. ഈ കിഫ്ബി ഇന്നും ഒരു പ്രശ്നമായി നിയമസഭയിൽ മാറി. കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ്. ഇതിപ്പോൾ കിഫ്ബിയിലെ ഓഡിറ്റിംഗ് ആണ് ഇന്ന് പ്രശ്നമായിരിക്കുന്നത്. നമുക്ക് നിയമസഭയിൽ ഇന്ന് എന്താണ് ഈ വിഷയത്തിൽ നടന്നതെന്ന് നോക്കാം. കിഫ്ബിയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാനാവില്ലെന്ന സ്പീക്കറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചതിനെ തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിയുകയായിരുന്നു. പലതവണ ഉന്നയിച്ച വിഷയമായതിനാൽ അനുമതി നൽകാനാവില്ലെന്ന് സ്പീക്കറും സർക്കാർ പറയുന്ന കാര്യം സ്പീക്കർ പറയുകയാണെന്ന് പ്രതിപക്ഷവും നിയമസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചു. കിഫ്ബിയിലും കിയാലിലും CNAG ഓഡിറ്റിംഗിന് സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി VD സതീശനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ചോദ്യോത്തരവേളയിൽ ഇക്കാര്യത്തിൽ വിശദമായി ധനമന്ത്രി മറുപടി നൽകിയിരുന്നു. കിഫ്ബി CNAG ഓഡിറ്റിന് വിധേയമാണ്. കിഫ്ബിയെ അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാനാവില്ലെന്ന നിലപാട് സ്വീകരിച്ചത്. നോട്ടീസ് ചട്ടപ്രകാരമല്ലെന്നും പലതവണ സഭയിൽ ഉന്നയിക്കപ്പെട്ട വിഷയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും സഭയിൽ വന്നു. ഒരു അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയം ഇതിൽ വന്നിട്ടില്ല. ദയവായിട്ട് മനസ്സിലാക്കുക, പ്ലീസ്. പ്രതിപക്ഷത്തിന്റെ അവകാശം സ്പീക്കർ നിഷേധിക്കുന്നുവെന്ന പരാതിയുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ചോദ്യം വന്നുവെന്ന് കരുതി ഞങ്ങൾക്ക് ഈ ചോദ്യത്തിൽ ഒരു വാദമല്ല സാർ പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറയേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ സഭയുടെയോ ഗവൺമെന്റിന്റെയോ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ വഴങ്ങാൻ തയ്യാറാകാതിരുന്ന സ്പീക്കർ അടുത്ത നടപടികളിലേക്ക് തിരിഞ്ഞു. ഇതോടെയാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയത്. പ്രതിഷേധം കനത്തതോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിച്ചു. പ്രതിപക്ഷത്തിന്റെ കൂടിയാണ് സഭയെന്ന ബോധ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പിന്നീട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെതാണ് സഭ എന്ന ബോധ്യത്തിൽ തന്നെയാണ് നിയമസഭയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അവസരങ്ങൾ നൽകുന്നതിൽ പ്രത്യേകമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. 24 തിരുവനന്തപുരം. വിജയ, ഈ വിഷയത്തിൽ ഈ കിഫ്ബി വിഷയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തുടർച്ചയായി പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ഒരു ആരോപണമാണ്. പ്രത്യേകിച്ച് പാലാ തെരഞ്ഞെടുപ്പ് മുതൽ, പാലാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം മുതൽ ഈ ആരോപണം ഇങ്ങനെ ഉന്നയിച്ചിരുന്നു. അത് കൂടുതൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നത് കാത്തിരുന്ന് കാണണം. കാരണം ഈ വിശദമായി, അതായത് സർക്കാർ പറയുന്നത്, പ്രത്യേകിച്ച് ധനവകുപ്പ് പറയുന്നത് എന്ത് പരിശോധനയ്ക്കും, AGയുടെ എന്ത് പരിശോധനയ്ക്കും അവർ വിധേയരാവാൻ തയ്യാറാണ് എന്നതാണ്. വന്ന വിഷയം പിന്നെയും ഉന്നയിക്കുന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സ്പീക്കർ തന്നെ ഉന്നയിക്കുന്ന, സർക്കാരിൻ്റെ അല്ലെങ്കിൽ സ്പീക്കർ തന്നെ ഉന്നയിക്കുന്ന ആരോപണം നിൽക്കുമോ? ഇക്കാര്യത്തിൽ ഇത് പുതിയ കുറെ കൂടി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. CNAG ഓഡിറ്റിങ്ങിനുള്ള നിർദ്ദേശം സർക്കാർ അവഗണിച്ചു. സർക്കാർ അത് അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി. CNAGയുടെ എല്ലാത്തരം ഓഡിറ്റിങ്ങും കിഫ്ബിയിൽ അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് അക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട്. ഒരുപക്ഷെ അത് വരും ദിവസങ്ങളിലും ചർച്ചയായേക്കാം എന്ന് തോന്നുന്നു. കിഫ്ബി പാലാ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായിരുന്നു. രമേശ് ചെന്നിത്തല നിരന്തരമായി വാർത്താ സമ്മേളനത്തിൽ അത് ഉന്നയിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് അതൊരു രാഷ്ട്രീയ സ്വഭാവമുള്ള വിഷയമായി കുറേ ദിവസങ്ങൾ കൂടി ഈ സഭാതലത്തിലൊക്കെ തുടരാൻ തന്നെയാണ് സാധ്യത. മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകാം. വാളയാർ കേസിൽ പുനർവിചാരണ ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ. കേസിൽ പ്രതികളെ വെറുതെ വിട്ട പാലക്കാട് പോക്സോ കോടതി വിധി റദ്ദാക്കണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും പെൺകുട്ടിയുടെ മാതാവ് സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെടുന്നു. വിഷയത്തിൽ CBI അന്വേഷണം ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല.
രാവിലെ KPMS നേതാവ് ഉന്നല ശ്രീകുമാറിനൊപ്പമാണ് അപ്പീൽ ഹർജി സമർപ്പിക്കുന്നതിന് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എത്തിയത്. അഡ്വക്കേറ്റ് CP ഉദയഭാനുവിനെ കണ്ട് ഇവർ ചർച്ച നടത്തി. പിന്നാലെ കേസിൽ പ്രതികളെ വെറുതെ വിട്ട പാലക്കാട് പോക്സോ കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ സമർപ്പിച്ചു. കേസിൽ പുനർവിചാരണ വേണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയാണ്. ഹൈക്കോടതിയെ സംബന്ധിച്ച് എന്തായാലും ശിക്ഷ കിട്ടുന്ന ഉറപ്പാണ്. ഞങ്ങൾക്ക് പുനരന്വേഷണം വേണം, CBI തന്നെ അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ട് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവനെ ചോദ്യം ചെയ്യും. പോലീസും പ്രോസിക്യൂഷനും കേസിൽ വരുത്തിയ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് അപ്പീൽ ഹർജി നൽകിയത്. ഭരണപക്ഷ പാർട്ടിയിലെ അംഗമായ പ്രതികളിലൊരാളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചെന്നും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ നേരിട്ട് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് കേസ് അട്ടിമറിച്ചതിന് തെളിവാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. കേസിൽ വിചാരണ കോടതി കാഴ്ചക്കാരന്റെ റോളിലായിരുന്നുവെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഹർഷൻ, ഈ വാളയാർ ഒരുപക്ഷെ ഈ ഹർജി ആയിരിക്കും സുപ്രധാനമാവുക. വാളയാറിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ നേരത്തെ ഒരു പൊതു താൽപര്യ ഹർജി വന്നപ്പോൾ കോടതി പറഞ്ഞത് CBI അന്വേഷണം എന്നത് നിങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കാൻ കഴിയില്ല, പുനർവിചാരണ, തുടരന്വേഷണം, പോക്സോ കോടതി വിധി റദ്ദാക്കൽ, ഇതൊക്കെയാണ് ഉന്നയിക്കേണ്ടത്. അത് കുട്ടികളുടെ ബന്ധുക്കൾക്ക്, കുടുംബത്തിന് കൊടുക്കാമല്ലോ എന്ന് കോടതി അന്ന് ചൂണ്ടിക്കാട്ടി. അതിന് ഇപ്പോൾ അത്തരമൊരു ഹർജിയാണ് കോടതിയുടെ പരിഗണനയിൽ വന്നിരിക്കുന്നത്. ഇതായിരിക്കാം ഒരുപക്ഷെ ഈ കേസിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. കുടുംബം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് CBI അന്വേഷണം വേണം എന്നാണ്. കോടതിയുടെ ആ ഒരു നിലപാട് കൂടി പരിഗണിച്ചായിരിക്കാം CBI അന്വേഷണം എന്നത് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ CBI ഈ ഘട്ടത്തിൽ കേസ് ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് അവർ തന്നെ വ്യക്തമാക്കി. നിലവിലൊരു കോടതി വിധിയുണ്ട്, അത് റദ്ദാക്കിയാൽ മാത്രമേ ഒരു തുടരന്വേഷണത്തെ പറ്റി CBIക്ക് ആലോചിക്കാൻ കഴിയുമെന്ന് CBIയുടെ അഭിഭാഷകൻ കോടതിയെ അന്ന് അറിയിച്ചിരുന്നു. തീർച്ചയായും. ഇനി ഏറെ കൗതുകമുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം KPCCയുടെ ഭാരവാഹി പട്ടികയിൽ താൻ പൂർണ്ണ തൃപ്തനല്ല എന്ന് പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഭാരവാഹികളുടെ ചെറിയ പട്ടിക നൽകാനാണ് താൻ ആഗ്രഹിച്ചിരുന്നതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിന് സമർപ്പിച്ച പട്ടികയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം പുകയുന്നതിനിടെയാണ് മുല്ലപ്പള്ളിയുടെ പ്രതികരണം. ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തിനായി സംസ്ഥാന നേതൃത്വം സമർപ്പിച്ച KPCC ഭാരവാഹികളുടെ പട്ടിക ഇന്ന് പുറത്തു വന്നിരുന്നു. ജംബോ കമ്മിറ്റിയായിട്ടുകൂടി പട്ടികയിൽ ഇടം നേടിയവരിൽ ഭൂരിപക്ഷവും 60 കഴിഞ്ഞവരാണ്. വേണ്ടത്ര യുവജന വനിതാ പ്രാതിനിധ്യമില്ലാത്ത പട്ടികയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം പുകയുകയാണ്. ഇതിനിടെയാണ് പട്ടികയിൽ പൂർണ്ണ തൃപ്തനല്ലെന്ന KPCC അധ്യക്ഷന്റെയും പ്രതികരണം. നമുക്ക് എത്ര നേതാക്കന്മാരുണ്ട് കേരളത്തിൽ? ആ നേതാക്കന്മാരുടെ ഒരു പേരെടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും? ഇതിനൊക്കെ പുറമെ മറ്റു തരത്തിൽ സമവാക്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയാലോ. ഞാൻ ഈ പറഞ്ഞ സമവാക്യങ്ങളൊക്കെ തന്നെ അത് ഉൾക്കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു സ്ഥിതി ഉണ്ടായതിൽ ഞാൻ അതീവ സംതൃപ്തനാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യമാണ് ഉണ്ടായത്. ഒരു വർഷമായി എനിക്ക് കമ്മിറ്റിയില്ലാതെ നിങ്ങൾക്കറിയാമല്ലോ. അതേസമയം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിന് സമർപ്പിച്ച പട്ടികയല്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ലിസ്റ്റുകളൊന്നും ശരിയല്ല. ഇതെല്ലാം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നേതാക്കന്മാരുമായിട്ട് എല്ലാം ചർച്ച ചെയ്ത ശേഷം KPCC പ്രസിഡന്റ് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. AI ഗ്രൂപ്പുകൾക്ക് പുറമെ K മുരളീധരൻ, VM സുധീരൻ, PC ചാക്കോ എന്നിവർ സ്വന്തം നിലയിലും പട്ടിക സമർപ്പിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പല നേതാക്കളും സോണിയാഗാന്ധി ഉൾപ്പെടെ കേന്ദ്ര നേതൃത്വത്തെ പരാതിയും അറിയിച്ചിട്ടുണ്ട്. ഇതിനോടുള്ള ഹൈക്കമാൻഡ് നിലപാടും നിർണായകമാകും. 24, തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരുന്നത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനേക്കാൾ ചെറുതായിരിക്കും ഞങ്ങളുടെ പട്ടിക എന്നാണ്. പക്ഷേ ഓരോ നേതാവിനും ഓരോ പട്ടികയുണ്ടെന്ന് തോന്നുന്നു. അതെ 4-5 പട്ടിക ചെന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ പട്ടിക പൂർണ്ണ രൂപത്തിൽ വെളിയിൽ വരുമ്പോൾ എത്ര അംഗങ്ങളുണ്ട് CPIM-ന്റെ സെക്രട്ടേറിയറ്റിനേക്കാൾ ചെറുതായിരിക്കുമോ ഭാരവാഹി പട്ടിക എന്നത് കാത്തിരുന്ന് കാണാം. എന്തായാലും അങ്ങനെയല്ല എന്ന് തന്നെ കരുതാം. വൈകിട്ടത്തെ തമാശ പരിപാടിക്കൊരു ഇനമായി എന്ന് കൂടി കരുതാം. നമുക്ക് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ നീക്കങ്ങളുമായി കോൺഗ്രസും NCPയും ചേർന്ന് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം നടത്തുന്നു. അതിലേക്ക് जास्त नाही, पण 2-4 प्रश्न तुमच्याकडून ज्या आजच्या वर्तमान परिस्थितीच्या बद्दल काय तुम्हाला विचारायचं असेल, माझी विनंती आहे की आपण सर्वांनी थोडी शांतता आणि थोडा डिसिप्लिन, जर एका व्यक्तीने प्रश्न एका वेळेस विचारला तर 4-5 प्रश्न लेना है या कुछ कहना है?
काँग्रेस पक्षाचे नेते सरज और साथियों, आप प्रश्न पूछने से पहले जिस तरीके से आज राष्ट्रपति शासन के लिए सिफारिश की गई है गवर्नर की तरफ से और सेंट्रल गवर्नमेंट की तरफ से, मैं समझता हूं कि मैं इसकी कड़ी आलोचना करता हूं। सुप्रीम कोर्ट की जो गाइडलाइंस है, पिछले 5 साल में इसी सरकार ने किसी भी गाइडलाइन का कहीं पे भी, चाहे वो उत्तराखंड हो, चाहे गोवा हो, चाहे अरुणाचल हो, और भी राज्यों में अपनी मनमानी की है, और इसकी मैं जितनी निंदा करूं उतनी कम है। लोकतंत्र, ये जो निर्णय उन्होंने लिया है, जो सिफारिश की है, मैं समझता हूं ये लोकतंत्र और संविधान की मजाक उड़ाने की कोशिश इन्होंने की है। और गवर्नर साहब को भी पहले बीजेपी को बुलवाया गया, फिर शिवसेना को, उसके बाद एनसीपी को भी न्योता आया, लेकिन कांग्रेस को कहीं पे कोई भी न्योता नहीं आया या आमंत्रित नहीं किया गया। मेरे ख्याल से ये एक गलत बात हुई है। तो आप अभी इसके बारे में जो भी प्रश्न पूछना चाहें, जैसे स्टेटमेंट आपके साथ ज्वाइंट स्टेटमेंट आ ही गया है, क्योंकि कल पहली बार हम लोगों को अप्रोच किया गया था, और उसके बाद तुरंत कांग्रेस प्रेसिडेंट ने शरद जी से भी बात की, और उन्होंने कहा कि कुछ बिंदुओं पर स्पष्टता होनी बहुत ही जरूरी है, वहां तक कैसे लेटर दिया जा सकता है। तो इसीलिए आज सुबह में फिर से बात हुई कांग्रेस अध्यक्षा की शरद जी से, और शरद जी ने कहा कि यहाँ आ जाएं तो हम लोग बात कर लें। तो उसी के परिणाम स्वरूप, क्योंकि हमारी सहयोगी रही है चुनाव से पहले भी और अभी भी हमारी सहयोगी है, उनको कंसल्ट किए बिना हम कोई निर्णय पे नहीं आ सकते। तो इसीलिए आज यहाँ पे आज हम आए हुए थे, बैठक हुई और स्टेटमेंट आपके सामने है। धन्यवाद। वन बाय वन बाबा, वन बाय वन। आई विल रिप्लाई वन बाय वन, वन बाय। कल पहली बार, जैसे अभी कहा गया कि अधिकृत तरीके से पहली बार कांग्रेस प्रेसिडेंट को फोन किया था और उन्होंने सपोर्ट के लिए कहा था कि हमें समर्थन दीजिए, लेकिन ये हमारा दायित्व बनता है कि हमारे जो सहयोगी है उनसे साथ हम बात करें। शाम को 7:30 बजे से पहले शरद जी से बात हुई और ये तय किया गया कुछ बिंदु ऐसे हैं जिस पे स्पष्टीकरण करना जरूरी है, उसके बाद ही कोई फैसला लेना चाहिए। स्टेटमेंट में बहुत ही क्लियरली कहा गया है, ऐसी कोई अभी बात नहीं है, लेकिन स्टेटमेंट में ये है कि पहले हम लोग बात करें, कुछ बिंदुओं पर स्पष्टीकरण हो जाए, उसके बाद शिवसेना के साथ स्पष्टीकरण हो जाए, उसके बाद फैसला होगा। श्रीमान उद्धव ठाकरे जी और मेरे अन्य सहयोगी के साथ पहले बार हमारी मीटिंग मुंबई शहर में हुई थी, इतना मुझे साफ करना है। राज्यपाल के फैसले पर आपको एतराज है, लेकिन आप क्यों फैसला नहीं ले पाए? जैसे कहा गया कि कल पहली बार हमें अधिकृत तरीके से हमारा संपर्क किया गया, शरद जी का भी संपर्क किया गया, एनसीपी का, तो ये बिल्कुल जरूरी है क्योंकि वो पहले चुनाव लड़ रहे हैं बीजेपी के साथ सहयोगी के तौर पर, हम लोग साथ साथ लड़ रहे हैं। तो जहां तक हमारा सहयोगी और हम लोग आपस में हमारे बीच में कोई फैसला नहीं हो जाए, कुछ बिंदुओं पर स्पष्टीकरण नहीं हो जाए। മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു NCP കോൺഗ്രസ് നേതാക്കൾ. ശരത് പവാർ, അഹമ്മദ് പട്ടേൽ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, NCP കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ നടപടിക്കെതിരെയുള്ള വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. ലിജോ വർഗീസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ലിജോ, സർക്കാർ രൂപീകരണ നീക്കത്തിൽ നിന്ന്
NCPയും കോൺഗ്രസും പിന്മാറുന്നു എന്നാണോ ഈ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്? ഇപ്പോഴും എന്താണ് തുടർ നടപടി എന്നതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം, ശിവസേന ഇന്നലെയാണ് ആദ്യമായി NCP കോൺഗ്രസ് സഖ്യത്തെ സർക്കാർ ഉണ്ടാക്കുന്ന കാര്യത്തിലുള്ള ചർച്ചകൾക്ക് വിളിച്ചത് എന്നുള്ള കാര്യമാണ് ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ NCPയും കോൺഗ്രസും വ്യക്തമാക്കുന്നത്. അതായത് സഖ്യ ചർച്ചകൾ നേരത്തെ നടന്നിട്ടില്ലെന്നും ഇന്നലെ മാത്രമാണ് ഇക്കാര്യത്തിലൊരു ചർച്ചകൾ നടന്നതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സർക്കാരിന്റെ നടപടി ഗവർണർ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ജനാധിപത്യ മര്യാദകളെ അട്ടിമറിക്കുകയാണ് എന്ന് ഈ കോൺഗ്രസും NCPയും ആരോപിക്കുന്നു. ഇനിയും സമയമുണ്ടായിരുന്നിട്ട് കൂടി അത്തരം ആ സമയം അനുവദിക്കാതെ വളരെ വേഗത്തിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഗവർണർ ഈ സംസ്ഥാനത്തെ കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നുള്ള നിലപാട് കൂടി ഏതായാലും ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ എന്താണ് തുടർ നടപടി എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും കൃത്യമായി പറഞ്ഞിട്ടില്ല. വാർത്താ സമ്മേളനം തുടരുകയാണ്. ഇനി എന്താണ്, NCP കോൺഗ്രസ് സഖ്യം രാഷ്ട്രപതി ഭരണത്തെ അംഗീകരിച്ച് മുമ്പോട്ട് പോവുകയാണോ അതോ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ തന്നെ വ്യക്തമാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, നമുക്ക് ഒരുപക്ഷെ ഹർഷൻ ഇത് നാളത്തെ സുപ്രീം കോടതിയുടെ തീരുമാനം കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇനിയിപ്പോൾ NCPയും കോൺഗ്രസും ഒക്കെ കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന് തോന്നുന്നു. തൽക്കാലം അതേ സാധ്യതയുള്ളല്ലോ. രാഷ്ട്രപതി ഭരണം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പം മറ്റ് സാധ്യതകളൊന്നും നിലനിൽക്കുന്നില്ല. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിശ്വാസ മതിൽ സംഘടിപ്പിച്ച യാക്കോബായ സഭ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികൾ മതിലിൽ പങ്കെടുത്തു. വളരെ മിനിമമായിട്ടുള്ളൊരു ഡിമാൻഡാണ് ഭരണഘടന അനുശാസിക്കുന്ന ഒരു വ്യക്തിയുടെ ശവസംസ്കാരം മാന്യമായി നടത്തുവാനുള്ള അവകാശം. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഊന്നലെങ്കിലും 2017 മുതൽ കോടതി വിധിയുടെ മറവിൽ യാക്കോബായ സഭയുടെ പള്ളികളും സ്വത്തുക്കളും കൈയടക്കുന്ന എത്രാം കക്ഷിക്കാരുടെ അനീതി നിർത്തലാക്കുന്നതുവരെ, ഞങ്ങളുടെ നീതി ലഭ്യമാകുന്നതുവരെ ഈ സമരം ശക്തമായി ഇവിടെ തുടരും. അതിശക്തമായി മുന്നോട്ട് പോകുവാനായിട്ടാണ് ഇന്ന് കൂടിയ എപ്പിസ്കോപ്പൽ സിനോദോസിന്റെയും തീരുമാനം. യാക്കോബായ സഭ വിശ്വാസ മതിൽ തീർത്തപ്പോൾ ഓർത്തഡോക്സ് സഭ ഗവർണറെ കണ്ടു. ഗവർണർ ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്ന് ഓർത്തഡോക്സ് സഭാ വക്താവ് ഫാദർ എബ്രഹാം കോനാട്ട് പറഞ്ഞു. സഭ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എന്ന് പറയാനായിട്ടൊന്നുമില്ല. കട്ടച്ചിറ പള്ളിയിലെ വിഷയം ചൂണ്ടിക്കാട്ടി വിശ്വാസികളുടെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് യാക്കോബായ സഭ നടത്തുന്ന നിരാഹാര സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ ഈ സമരം മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇതിനോടകം ഉണ്ടായിട്ടുണ്ടോ? സർക്കാർ വൃത്തങ്ങളൊക്കെ എന്താണ് സമരത്തെ പറ്റി ഇപ്പോൾ പറയുന്നത്? വിജയകുമാർ, ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം ചൂണ്ടിക്കാണിച്ചാണ് അത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ യാക്കോബായ സഭ നിരാഹാര സമരം അല്ലെങ്കിൽ സഹന സമരം തുടരുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിശ്വാസ മതിൽ തീർക്കാൻ, അതല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിശ്വാസ മതിൽ തീർക്കാൻ ഇവർ തീരുമാനിച്ചത്. ഉച്ചയ്ക്ക് 2 മണിക്ക് അത്തരത്തിലൊരു വിശ്വാസ മതിൽ ഈ സെക്രട്ടേറിയറ്റിന് ചുറ്റും തീർക്കുകയും ചെയ്തു. ഏതായാലും ആ ഒരു കാര്യത്തിൽ അവരൊരു പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. പ്രധാനമായും ആ പ്രമേയത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അതിലൊന്ന്, ഭരണഘടനാപരമായ രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന സഭയുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കൾ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പള്ളികളടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് പ്രമേയം പാസ്സാക്കുന്നു. അതിന് വേണമെങ്കിൽ അത്തരത്തിൽ ഈ സ്വത്തുക്കൾ പ്രത്യേക നിയമം കൊണ്ടുവരണമെന്ന് പോലും ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ യാക്കോബായ സഭാ പ്രതിനിധികൾ സന്ദർശിച്ചിരുന്നു. ആ കാര്യത്തിൽ അന്നേരം ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം, ഇതിനകത്ത് കുറച്ച് നിയമപ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു പ്രതികരണമാണ് ഉണ്ടായത്. ഏതായാലും അന്ന് തന്നെ അത്തരത്തിൽ ഈ യാക്കോബായ സഭാ പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഇനിയും ഈ മനുഷ്യാവകാശ ലംഘനം, അതായത് ഈ മൃതദേഹം സംസ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും മനുഷ്യാവകാശ ലംഘനം തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള എല്ലാ
എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്ന കാര്യത്തിൽ 22-ാം തീയതി ചേരുന്ന സിനഡിൽ ഒരു തീരുമാനമെടുക്കുമെന്നുള്ള കാര്യമാണ് അവർ അന്നേരം പറഞ്ഞത്. ഇന്ന് നമ്മൾ അക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു സ്ട്രോങ് ഡിസിഷൻ തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളൊരു തീരുമാനമാണ് അവർ ഉന്നയിക്കുന്നത്. മറുഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓർത്തഡോക്സ് സഭ, അതായത് യാക്കോബായ സഭ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിശ്വാസമതിൽ തീർത്തപ്പോൾ ഓർത്തഡോക്സ് സഭയാകട്ടെ ഗവർണറെ നേരിട്ട് കണ്ടു. അവരുടെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അറിയിച്ചു. ഈ കോടതി വ്യവഹാരങ്ങൾ മുഴുവൻ ഗവർണറോട് കൃത്യമായി പറയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായതിനു ശേഷം പുറത്തു വന്ന ഓർത്തഡോക്സ് സഭാ പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇക്കാര്യത്തിൽ ഗവർണറുടെ ഇടപെടൽ ഉറപ്പായും ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഒരു ശുഭകരമായ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞത്. ഏതാണ്ട് 3 മണിക്കൂറോളം ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളും അതുപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ച തുടരുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, യാക്കോബായ സഭ എന്തായാലും പ്രത്യേകിച്ച് കട്ടച്ചിറ പള്ളിയിലെ ഈ പറയുന്ന മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായ രീതിയിൽ ഇനിയും സമരം തുടരും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നയപരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ യാക്കോബായ സഭാ പ്രതിനിധികൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർ ലക്ഷ്യം വെക്കുന്നത് അതാണ്. മറിച്ചാണെങ്കിൽ സമരം ശക്തമായി തുടർന്നുകൊണ്ട് ഈ ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ, അങ്ങനെ പറയാൻ കാരണം നിലവിൽ ഈ മൃതദേഹം സംസ്കരിക്കുന്ന കാര്യത്തിൽ മാത്രമേ അത്തരമൊരു പ്രശ്നമുള്ളൂ. കല്യാണമടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇരു സഭകളും തമ്മിലുള്ള കല്യാണമടക്കമുള്ള കാര്യങ്ങൾ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 22-ന് ചേരുന്ന സിനഡിൽ ഇക്കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുകയും എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്ന ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മൾ ഈ യാക്കോബായ സഭാ പ്രതിനിധികളുമായി ഇന്ന് സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിജയകുമാർ, ബാക്കി എന്തൊക്കെ തർക്കം ഉണ്ടായാലും ഈ മൃതദേഹം വെച്ചുകൊണ്ടുള്ള ഈ തർക്കം എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല അത് മൊത്തത്തിൽ പൊതുസമൂഹത്തിൽ തന്നെ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയുമാണ്. ഇതിപ്പോൾ പുതിയതായി തുടങ്ങിയതല്ല. വിജയൻ ഓർമ്മയാണല്ലോ, ഒരു 10-15 വർഷം മുമ്പ് ഇതേ രംഗങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. അതിലും വഷളായി കാര്യങ്ങൾ. അതെ, നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി നോക്കാം. ഇന്ന് കൊച്ചിയിൽ ഒരു ആഘോഷമുണ്ടായിരുന്നു. ഒരു പക്ഷേ മലയാളികളെ സംബന്ധിച്ച് ഈ ആഘോഷത്തിൻ്റെ പ്രസക്തി അത്ര അറിയില്ലെങ്കിൽ പോലും ഇത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആഘോഷമായിരുന്നു. കൊച്ചിയിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. സിഖ് മത സ്ഥാപകൻ ഗുരുനാനാക്കിൻ്റെ 550-ാം ജയന്തി ദിനാഘോഷം കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ ഒരേ ഒരു ഗുരുദ്വാരയായ തേവരയിലാണ് ആഘോഷ ചടങ്ങുകൾ നടന്നത്. പ്രാർത്ഥിച്ചും ഒപ്പം തന്നെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമായിരുന്നു ജയന്തി ആഘോഷം നടന്നത്. ആയിരത്തി 469 ലാഹോറിലെ തൽവണ്ടിയിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. അദ്ദേഹമാണ് സിഖ് മതത്തിന്റെ സ്ഥാപകൻ. ഗുരുനാനാക്കിന്റെ 580-ാം ജന്മദിനാഘോഷം തേവരയിലെ ഗുരുദ്വാരയിൽ നടന്നു. ഗുരുനാനാക്ക് നൽകിയ മഹത്തായ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സമുദായ അംഗങ്ങൾ. 10 ഗുരുജനുണ്ട്. നമ്മുടെ ആരാധ്യക്ക് വേണ്ടി നമ്മുടെ ഇതിലെ ഗുരുഗ്രന്ഥം നമ്മുടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിലെ പ്രാർത്ഥനയുണ്ട് എല്ലാവർക്കും. പ്രാർത്ഥനയ്ക്കൊടുവിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്താണ് സമുദായ അംഗങ്ങൾ മടങ്ങിയത്. 24 കൊച്ചി. വിജയം, നേരത്തെ ഫീൽഡിൽ ബ്യൂറോയിലുണ്ടായിരുന്ന കാലത്ത് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ കൊച്ചിയിലെ എല്ലാവരുടെയും സുഹൃത്തായ ഒരു ബണ്ടി സിംഗ് ആയിരുന്നു നമ്മളുടെ കാര്യത്തിൽ വേണ്ട ഉപദേശങ്ങൾ നൽകുന്നത്. അദ്ദേഹം നമ്മളെ ആ ദിവസം അവിടേക്ക് കൊണ്ടുപോകുന്നു, ആ ചടങ്ങിലൊക്കെ പങ്കെടുപ്പിക്കുന്നു. ഞാനും പോയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഓർത്തെടുത്തത്. എന്തായാലും ആ ആഘോഷങ്ങൾ അതുപോലെ നിൽക്കുന്നു. മാത്രമല്ല ഇന്ന് ഏറ്റവും കൗതുകകരമായ കാര്യം, ഇവിടെ സഹിനാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സഹിൻ അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞ ആളുകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് എന്താണ് മലയാളികൾ, എങ്ങനെയാണ് മലയാളി വേറിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലായത് 84-ൽ ഈ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം വ്യാപകമായി സിഖുകാർ ആക്രമിക്കപ്പെട്ടു. ഡൽഹിയിലൊക്കെ ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവാതിരുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് എന്ന്. കേരളത്തിലെ സിഖുകാർ, കൊച്ചിയിലെ സിഖുകാർ അങ്ങേയറ്റം സുരക്ഷിതരായിരുന്നു. ഇവിടെ അത്തരമൊരു ആക്രമണം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നവർ പറഞ്ഞു. ഈ കൊച്ചിയിലെ സിഖ് സമൂഹം എന്നത് ഈ കൊച്ചിയുടെ മുഖ്യധാരയിൽ എന്നോ അലിഞ്ഞു ചേർന്ന ആളുകളാണ്. അവർ നമ്മളോടൊപ്പം ജീവിച്ചു പോവുകയാണ്. അവരുടെ സംസാരിക്കുന്നത് തനി കൊച്ചി ഭാഷ. അതെ 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 അവരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ അതേ നിലയിൽ തുടർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആഘോഷങ്ങളിലൊക്കെ അവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഈ
ഒരു രണ്ട് സംസ്കാരങ്ങൾ വളരെ നന്നായി കൊച്ചിയിൽ ഒത്തുചേർന്ന് പോകുന്നു എന്നുള്ളത് വളരെ കൊച്ചി അതിനൊരു ഉത്തമ മാതൃകയാണ്. എല്ലാ സംസ്കാരത്തിൽ പെട്ടവർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. ശബരിമല തീർത്ഥാടനത്തിന് സുരക്ഷ ശക്തമാക്കി പോലീസ്. ശബരിമലയിലും പരിസരത്തുമായി പ്രത്യേക സുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ക്രമസമാധാന വിഭാഗം ADGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചീഫ് കോർഡിനേറ്റർ. നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അങ്ങേയറ്റം ദുഃഖകരമായിരുന്നു കഴിഞ്ഞ മണ്ഡലകാലത്തെ ഓരോ ദൃശ്യങ്ങളും. മാത്രമല്ല മലയാളിയെ മൊത്തത്തിൽ അസ്വസ്ഥമാക്കിയ രംഗങ്ങളാണ് ആ കടന്നുപോയത്. ആ സാഹചര്യം മാറും ഈ മണ്ഡലകാലത്ത് എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ തയ്യാറെടുപ്പുകളൊക്കെ പോലീസ് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലായത്. സുപ്രീം കോടതിയുടെ പുനഃപരിശോധന ഹർജികളിലെ വിധി നാളെയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ലിസ്റ്റ് വന്നിട്ടുണ്ട്. വ്യാഴമോ വെള്ളിയോ, അതിനപ്പുറത്ത് പോവില്ല. വ്യാഴമോ വെള്ളിയോ പുനഃപരിശോധന ഹർജി ജസ്റ്റിസിന്റെ അവസാന വെള്ളിയാഴ്ചയാണ്. തീർച്ചയായും. എബിൻ ജോസ് ചേരുകയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങളുമായി. എബിൻ, എങ്ങനെയാണ് ശബരിമലയിലെ തയ്യാറെടുപ്പുകൾ? കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഒരു സുരക്ഷാ ക്രമീകരണം അവിടെ ഒരുക്കിയിട്ടുണ്ടോ? ഹർഷൻ, തീർച്ചയായും കഴിഞ്ഞ തവണത്തിന് സമാനമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഇത്തവണ ശബരിമലയിൽ ഒരുക്കുന്നത്. നവംബർ 15 മുതൽ ജനുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന മണ്ഡലകാല തീർത്ഥാടനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ശബരിമല സന്നിധാനം, പമ്പ, നിലയ്ക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് 5 ഘട്ടങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ് പോലീസ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, സംസ്ഥാനത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള ADGP ദർവേഷ് സാഹിബിനാണ് ഈ ചുമതല നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന IPS ഉദ്യോഗസ്ഥരും ഈ കാലഘട്ടത്തിൽ ഇവിടെ എത്തും. അവർക്കും ചുമതല നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 15 ദിവസം വീതമാണ് ഓരോ മുതിർന്ന IPS ഉദ്യോഗസ്ഥർക്കും ചുമതല നൽകിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തവണത്തേതിന് സമാനമായ രീതിയിൽ എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് പമ്പയിലും നിലയ്ക്കലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേക പരിശോധനകൾ ഉണ്ടായിരിക്കും. കഴിഞ്ഞ തവണത്തേന് സമാനമായ രീതിയിൽ തന്നെ ഇത്തവണയും നിലയ്ക്കൽ വരെയായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. പമ്പയിൽ പാർക്കിംഗ് സംവിധാനങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലയ്ക്കലായിരിക്കും പൂർണ്ണമായും പാർക്കിംഗ് ഒരുക്കിയിരിക്കുക. അതുപോലെ തന്നെ ഇലവുങ്കലിൽ ഇത് പോലീസ് പാർക്കിങ്ങിനുള്ള പാസ് നൽകും. അത്തരത്തിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സായുധ സേനയെ വിന്യസിക്കുന്ന സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള വിന്യാസങ്ങളും ഒരുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സന്നിധാനം ഉള്ള മേഖലകളിൽ മാവോയിസ്റ്റ് ഭീഷണിയും ഈ ഘട്ടത്തിൽ ഉയരുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. മറ്റു വകുപ്പുകളും ഇത്തരത്തിൽ സംവിധാനങ്ങളിലേക്ക് പൂർണ്ണമായ ഏകോപനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേഫ് സോൺ പദ്ധതിയുടെ ഉദ്ഘാടനമായിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് KSRTC ഇത്തവണയും സർവീസ് നടത്തും. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ സമാനമായ ചാർജ് ഈടാക്കിക്കൊണ്ടായിരിക്കും ബസ് സർവീസുകൾ നടത്തുക. 300ഓളം ബസ്സുകൾ ഇതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ബസ്സുകളും 10ഓളം ഇലക്ട്രിക് ബസ്സുകളും ഇതിൻ്റെ ഒപ്പം തന്നെ സർവീസുകൾ നടത്തും. ഏതായാലും മറ്റു വകുപ്പുകളും എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങൾ ചോദിക്കട്ടെ. ഈ വനിതാ പോലീസിന്റെ സാന്നിധ്യം ഇത്തവണ സന്നിധാനത്തോ പമ്പയിലോ നിലയ്ക്കലിലോ ഒക്കെ ഉണ്ടാകുമോ? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണ അതും ഒരു തർക്ക വിഷയമായിരുന്നല്ലോ. വിജയകുമാർ, ഇത്തരത്തിൽ ഒരു വനിതാ പോലീസിൻ്റെ വിന്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് DGPയുടെ ഒരു പ്രസ് റിലീസ് വന്നതിൽ വ്യക്തമാക്കിയിട്ടില്ല. ഇത്തരത്തിൽ സുരക്ഷ ചുമതലകൾ മാത്രമാണ് വിധിച്ച് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നവംബർ 15 മുതൽ ജനുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന ഈ മണ്ഡലകാലത്തിൽ എരുമേലിയിലും പമ്പയിലും സന്നിധാനത്തും ചുമതലകളുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളാണ് ഇപ്പോൾ DGP വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വനിതാ പോലീസുകാരെ പമ്പയിൽ നിന്ന് മാറ്റുമെന്നുള്ള തരത്തിൽ ഒരു അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസ് ഒരു വ്യക്തത വരുത്തുന്നില്ല. ഏതായാലും 2000ഓളം പോലീസുകാരെ ഇതിനോടകം തന്നെ വിന്യസിക്കുമെന്നാണ് പോലീസ് നൽകുന്ന ഒരു വിവരം. അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളുടെ ഏകോപനങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടമാണ് ഈ അവസാന ഘട്ടത്തിൽ വിലയിരുത്തൽ നടത്തുന്നത്. നമുക്ക് ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ വിധി, പുനഃപരിശോധനാ ഹർജികളിലെ വിധി വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ അല്ലേ ഹർഷൻ കുറെ കൂടി വിശദമായ ചർച്ചകൾ നടത്താം. എന്തൊക്കെയാണ് മണ്ഡല മകരവിളക്ക് വിശദമായ ചർച്ചകൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. കാരണം 2 ദിവസത്തിനകം ഒരു ചർച്ചയിൽ ഒതുങ്ങില്ല.
മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ മേയറായി LDFിലെ കെ ശ്രീകുമാറിനെ തെരഞ്ഞെടുത്തു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ BJPയിലെ MR ഗോപനെയാണ് ശ്രീകുമാർ പരാജയപ്പെടുത്തിയത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പുറത്തായ UDF രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDF BJP സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് ചാക്ക കൗൺസിലറും മുൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ ശ്രീകുമാർ തിരുവനന്തപുരം കോർപ്പറേഷന്റെ 45ാമത് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ LDFന് 42 വോട്ടും BJPക്ക് 34 വോട്ടും UDFന് 20 വോട്ടും ലഭിച്ചു. ഏറ്റവും കുറവ് വോട്ടുകൾ നേടിയ UDFിലെ അനിൽകുമാർ ഇതോടെ പുറത്തായി. തുടർന്ന് നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ നിന്നും UDF വിട്ടുനിന്നു. രണ്ടാം ഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥി MR ഗോപൻ 35 വോട്ടും ശ്രീകുമാർ 42 വോട്ടും നേടി. മേയർ തെരഞ്ഞെടുപ്പിൽ 86 ചാക വാർഡിൽ നിന്നുള്ള കൗൺസിലറായ ശ്രീ കെ ശ്രീകുമാർ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതായി ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. ഭരണാധികാരി കൂടിയായ കളക്ടർ പുതിയ മേയർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കക്ഷി നേതാക്കൾ മേയർക്ക് അഭിനന്ദനങ്ങൾ നേർന്നു. നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് മേയർ കെ ശ്രീകുമാർ പറഞ്ഞു. നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. മുൻ മേയർമാരായ VK പ്രശാന്ത്, K ചന്ദ്രിക, C ജയൻ ബാബു, C ശിവൻകുട്ടി, CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. അങ്ങനെ തിരുവനന്തപുരത്തിന് പുതിയൊരു മേയർ ആണോ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പുതിയ മേയറായി. നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ന്യൂസ് ട്രാക്ക്, അല്ലേ വിജയൻ? ന്യൂസ് ട്രാക്ക് 1710 ഇപ്പോൾ അവസാനിപ്പിക്കാം. PCR ചോദിച്ചു ഇന്ന് എന്തോ ഒരു മതേതര എന്താണ് ആത്മീയ മതസൗഹാർദ്ദ വഴിയിലൂടെയുള്ള ഒരു ന്യൂസ് ട്രാക്ക് ആയിരുന്നു അത്. കാരണം ഒത്തിരി അത്തരം വാർത്തകൾ വന്നു. ശബരിമല വന്നു, ഗുരുനാനാക്ക് ജയന്തി വന്നു, അതൊക്കെ കൊണ്ടായിരിക്കും. ഓർത്തഡോക്സും വന്നു, യാക്കോബായയും വന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. തൽക്കാലം ഇവിടെ ന്യൂസ് ട്രാക്ക് 1710 പൂർത്തിയാവുന്നു. ഇടവേളയ്ക്ക് ശേഷം എൻകൗണ്ടറുമായി ഗോപികൃഷ്ണൻ എത്തും. നമസ്കാരം.